ഓക്കെ, നൗ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 5x² + 11x + 6 = 0. ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. ഒന്നാമത് നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഫാക്ടറൈസേഷൻ വെച്ചിട്ട് നോക്കാനാണെങ്കിൽ സിംപ്ലി ചെയ്യുന്നത് നമ്മൾ എക്സ് ഉള്ള ടേമില്ലേ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ് ഉള്ള ടേം എന്ന് പറയുന്നത് ഏതാ? 11x. 11xനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും? പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ 10x 1x എന്നാക്കാം, അല്ലെങ്കിൽ 2x 9x എന്നാക്കാം. 2 + 9 11. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ അത് ഏകദേശം കോമൺ ഫാക്ടറായിട്ട് വരണം. ഇയാൾക്കൊരു കോമൺ ഫാക്ടറായിട്ടും ഇയാൾക്കൊരു കോമൺ ഫാക്ടറായിട്ടും വരണം. അത് നമ്മളങ്ങനെ പ്രാക്ടീസ് വെച്ചിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ സെയിം നമ്പർ തന്നെ കിട്ടുമോ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 5 ഉണ്ട്, 6 ഉണ്ട്. എല്ലാ കേസിലും ഇങ്ങനെ വരണമെന്നില്ല. ബട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നു. 5 + 6 5 + 6 എത്രയാണ്? 11. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? 5x + 6x എന്നാക്കുന്നു. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതുന്നു. ഈ ടേമിനെ ഇതുപോലെയാക്കി. ഇനി ആദ്യത്തെ രണ്ട് ടേംസ് ഒന്ന് നോക്കിക്കേ. കോമൺ ആരുണ്ട്? 5x ഇവിടെ കോമൺ ആണ്, 5x ഇവിടെയും കോമൺ ആണ്. അത് പുറത്തെടുക്കുന്നു. സോ ഇവിടെ ഇനി ബാക്കി ആരുണ്ട്? 5x² നിന്ന് 5x പോയാൽ 5x² / 5x ചെയ്യുമ്പോൾ x + 1 പ്ലസ് ഇനി ഈ രണ്ട് പേര് ഇവന്മാരിൽ ആരാ കോമൺ ഉള്ളത്? 6 ആണ്. ആ 6നെ കോമൺ പുറത്തെടുത്ത് കഴിയുമ്പോൾ x എന്നും +1 എന്നും കിട്ടും =0. ഇനി x + 1 വീണ്ടും എന്താണ്? കോമൺ ആണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. ബാലൻസ് 5x പ്ലസ് ഇവിടെ 6 =0. ഇതിപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 എന്നാണ് വന്നേക്കുന്നത്. സോ വി ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ആസ് ഐദർ x + 1 = 0 ഓർ 5x + 6 = 0. സോ ഇവിടെ x +1 അപ്പുറത്തോട്ട് വരുമ്പോൾ -1 എന്ന് കിട്ടും. ഇവിടെ 5x -6 എന്ന് വരും. therefore x -6 / 5. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ എക്സിന് രണ്ട് റൂട്ട്സ് ആണ് അല്ലെങ്കിൽ രണ്ട് സൊല്യൂഷൻസ് ആണ് കിട്ടിയേക്കുന്നത്. -1 എന്നും അതേപോലെ -6/5 എന്നും. ഓക്കെ, നൗ നമുക്ക് സെയിം ക്വസ്റ്റ്യൻ ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് 5x² + 11x + 6 = 0. ഇവിടെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ എയും ബിയും സിയും നമ്മൾ എഴുതണം. എ എന്ന് പറയുന്നത് 5, ബി എന്ന് പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 11, സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് 6. ആൻഡ് അവർ ഇക്വേഷൻ ഇസ് -b ± √b² - 4ac/2a. ഇതിൽ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ബിക്ക് പകരം 11 √11ൻ്റെ സ്ക്വയർ -4 × a × c. a 5, c 6. സോ 5 × 6 ഹോൾ ഡിവൈഡ് ബൈ 2 × a. a എന്ന് പറയുന്നത് 5. ദാറ്റ് ഈസ് -11 ± √11ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 -4 × 5 20 20 × 6 120 ഹോൾ ഡിവൈഡ് ബൈ 2 × 5 10. That is -11 ± √121 - 120 is 1/10. That is equal to -11 ± √1 is 1 itself. That's equal to either -11 + 1/10 or -11 ഈ മൈനസ് കൊടുക്കുക -1/10. പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് വെച്ചും ചെയ്യണം മൈനസ് വെച്ചും ചെയ്യണം. ദാറ്റ് ഈസ് -10/10 = -1 or -12/10. 12/10 ഒന്നുകൂടെ കട്ട് ചെയ്താൽ -6/5. ഈ സെയിം ആൻസേഴ്സ് തന്നെയാണ് നമുക്ക് നേരത്തെയും കിട്ടിയിരുന്നത്. -1 എന്നും -6/5 എന്നും. കണ്ടോ, -1 -6/5. ഇതിലേത് മെത്തേഡാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്യാം. Hope it is clear for you.